ഇവിടെ സ്പേസ് ഷിപ്പിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ നോക്കുകയാണ്. നോക്കുമ്പോൾ ഉള്ളിൽ ഒരു പൂച്ച നിറയെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിക്കുന്നു. ഉടനെ അയാൾ ഒരു കുട്ടിപ്പൂച്ചയെ കയ്യിലെടുക്കുകയാണ്. അപ്പൊ അടുത്ത സെക്കൻഡിലെ അതിന്റെ വായിൽ നിന്ന് നിറയെ ടെന്റക്കിൾസ് പുറത്തു വന്ന് അവിടെയുള്ള ഡെസ്ക് എടുത്ത് വിഴുങ്ങുന്നു. നോക്കുമ്പോൾ ആ സ്പേസ് ഷിപ്പിൽ ഒരുപാട് പൂച്ചകൾ കറങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ വിചാരിക്കാത്ത സമയത്ത് ഒരു കുട്ടിപ്പൂച്ച റിസർച്ച് ടീമിലെ ഒരാളെ വിഴുങ്ങാണ്. ഇത് കണ്ട് പെൺകുട്ടി ആ പൂച്ചയെടുത്ത് മര്യാദ കൈകളെ പുറത്തു തുപ്പാൻ പറയുന്നു. പക്ഷെ ക്യാപ്റ്റൻ അവിടേക്ക് വന്നിട്ട് അവളെ തടയാണ്. എന്നിട്ട് ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റന്റെ എക്സ്പ്ലനേഷൻ കേട്ടതും അവള് മറ്റു പൂച്ചകളെയും കൂട്ടി റിസർച്ച് ടീമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ ആ പൂച്ചകൾ കൂട്ടത്തോടെ ചെന്ന് അവിടെ നിന്ന് എല്ലാ മനുഷ്യരും നീരാളിയുടെ ടെന്റക്കിൾസ് യൂസ് ചെയ്ത് വിഴുങ്ങാണ്. അപ്പൊ കൂട്ടത്തിലൊരു പെണ്ണ് രക്ഷപ്പെട്ട് ഓടി വിളിക്കുകയാണ്. പക്ഷെ അപ്പൊ ഒരു കുട്ടിപ്പൂച്ച അവളെ കണ്ടുപിടിച്ച് വിഴുങ്ങുന്നു. ആ സമയത്ത് മിസ് മാർവൽ അവിടേക്ക് വന്നിട്ട് പൂച്ചകളെ കയ്യിലെടുത്ത് ഭയങ്കരമായിട്ട് ചുറ്റിയിട്ട് അടുത്തു നിന്ന് ബാക്കി ക്രൂ മെമ്പേഴ്സിനെ വിഴുങ്ങിക്കുന്നു. അവസാനം കുട്ടിപ്പൂച്ചകൾ എല്ലാരും വിഴുങ്ങിയ ശേഷം എല്ലാരും കൂടി ഒരു സ്പേസ് പാഡിലേക്ക് കയറാണ്. കാരണം കുറച്ചു സമയത്തിൽ തന്നെ അവർ നിൽക്കുന്ന സ്പേസ് ഷിപ്പ് പൊട്ടിത്തെറിക്കും. അപ്പൊ സ്പേസ് ഷിപ്പിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് ആ സ്പേസ് പാഡിൽ നിൽക്കാൻ സ്ഥലം വേണം. അതുകൊണ്ടാണ് പൂച്ചകളെ വെച്ച് അതിലുണ്ടായിരുന്ന ആളുകളെ വിഴുങ്ങിയത്. അങ്ങനെ ഫൈനലി പൂച്ചകളെയും കൂട്ടി അവർ എസ്കേപ്പ് ആകും വഴി സ്പേസ് ഷിപ്പിൽ നിന്ന് ഇജക്ട് ആയി ഭയങ്കര വേഗത്തിൽ ഭൂമിയിലേക്ക് നോക്കി വരാൻ തുടങ്ങി. അപ്പൊ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു പൂച്ചക്കുട്ടി അതിന്റെ വയറ്റിലുള്ള ഒരാളെ പാഡിലേക്ക് തുപ്പാണ്. അപ്പോഴേക്കും അവർ ഭൂമിയിൽ ലാൻഡ് ആയി കഴിഞ്ഞു. ശേഷം കുട്ടിപ്പൂച്ചകൾ അവരുടെ വയറ്റിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഭദ്രമായിട്ട് കക്കി പുറത്തെടുക്കുന്നു.